ഇന്ന് കാണിക്കുന്നത് ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്, മാംഗോയുടെ നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്തെടുക്കാം. അതിന് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ സൈഡിലേക്ക് മാറ്റി. ഇനി വേറൊരു ബൗളിലേക്ക് 2 മുട്ട, 1/4 ടീസ്പൂൺ മാംഗോ മിക്സ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2/3 കപ്പും പ്ലസ് 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം ഷുഗർ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഫ്ലഫി ആവുന്നതിന് വരെ ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഒരു 1/3 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ 2/3 കപ്പ് ബെങ്കരപ്പള്ളി മാങ്ങ അരച്ചതാണ് ചേർക്കുന്നത്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജെൻറ്റിലായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. ഒരു സ്പാച്ചുല വെച്ച് ജസ്റ്റ് എല്ലാം കമ്പൈൻ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു 6 ഇഞ്ച് ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ലെവൽ ചെയ്ത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഡിഫറൻസ് കാണും. അപ്പോൾ ഇതുപോലെ സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ കേക്കൊക്കെ തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കേക്ക് അന്നത്തെക്കാട്ടിലും നമുക്ക് നെക്സ്റ്റ് ഡേയിലത്തേക്കാണ് മധുരവും എല്ലാം നല്ല പാകമായിട്ട് കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റും തോന്നിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. പക്ഷേ ഇത് മാംഗോ നമ്മൾ അരച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ സ്പോഞ്ച് കേക്കിൻ്റെ ടെക്സ്ചർ ആയിരിക്കില്ല. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്.